Okay, so we can see what will be having in at any other instant. Okay, here we can see when theta is equal to 60 degree, what will be the resultant vector. So these three are the reference equation and this is the reference vector diagram. So here we are going to see what will happen when theta is equal to 60 degree. We have seen when theta is equal to 0 degree, we have seen the value is, the resultant vector value is root 3 by 2 phi m. Okay, so here when theta is equal to 60 degree, phi r value will be phi m sin 60. Sin 60 is root 3 by 2, that is root 3 by 2 phi m. Phi r equal to root 3 by 2 phi m. Next phi y is equal to phi m sin 60 minus 120, that is equal to minus 60 degree, that is will be is equal to minus 60 degree വരുമ്പോൾ minus root 3 by 2 phi m. And next phi b equal to phi m sin 60 plus 120, 180 degree, sin 180 0, therefore phi b value will be getting 0 value. Okay, next with these values we have to draw the vector diagram. So vector diagram വരയ്ക്കുമ്പോൾ എങ്ങനെ വരും? So phi r vector side we are having a value root 3 by 2 phi m. So r we are getting a value phi r getting root 3 by 2 phi m. We are getting root 3 by 2 phi m. Next we have to draw phi y. Phi y is coming in the negative region. So this was the phi y vector diagram. It is coming in the negative region. Okay, so നേരെ ബാക്കിലോട്ട്. സോ വെക്ടർ വരുന്നത് ഇവിടെ വരും. ആൻഡ് ഈ വെക്ടർ മൈനസ് 5y ആണ്, മൈനസ് 5y വിത്ത് മാഗ്നിറ്റ്യൂഡ് റൂട്ട് 3 by 2 phi m വരും. സോ നെക്സ്റ്റ് ഫൈ ബി, ഈ വെക്ടറിൽ ഫൈ ബി എന്ന് പറയുന്ന വെക്ടർ 0 ആണ്, ദെയർഫോർ ആ പാർട്ട് വരുന്നില്ല. സോ ദ റിസൾട്ടൻ്റ് വെക്ടർ വിൽ ബി വാട്ട്? വിൽ ബി ദ റിസൾട്ടൻ്റ് ഓഫ് ദീസ് ടു വെക്ടേഴ്സ്. So the resultant vector will be the resultant of these two vectors. So ഇതിൻ്റെ റിസൾട്ടൻ്റ് എങ്ങനെ കണ്ടുപിടിക്കും? ഇവിടുന്ന് ഈ വെക്ടറിന് പാരലായിട്ടുള്ള ലൈൻ വരയ്ക്കുക, ആൻഡ് ഇവിടുന്ന് ഈ വെക്ടറിന് പാരലായിട്ടുള്ള ലൈൻ വരയ്ക്കുക. ഓക്കെ, സോ ഓരോ ആർ വൈ ബി ഫൈ ബി ഓരോ ആംഗിളും ഇത് തമ്മിലുള്ള ആംഗിൾ 120 ഡിഗ്രി ആയിരുന്നു. സോ ഈ രണ്ട് 120 ഡിഗ്രിയെ ഈക്വൽ ആയിട്ടാണ് ഇവൻ ഡിവൈഡ് ചെയ്ത് പോയത്. സോ ദിസ് വിൽ ബി 60 ആൻഡ് ദിസ് വിൽ ബി 60 ഡിഗ്രി. സോ ഇനിയും ഇതിൻ്റെ രണ്ടിൻ്റെ റിസൾട്ടൻ്റ് വെക്ടർ ഇതായിരിക്കും. ഓക്കെ, സോ ഇതായിരിക്കും ഈ രണ്ട് വെക്ടറിൻ്റെയും റിസൾട്ടൻ്റ് വെക്ടർ. വി വിൽ ബി റെപ്രസെൻറ്റിങ് ഇറ്റ് ആസ് ഫൈ സ്മോൾ ആർ. സോ ഇത് എത്ര ഡിഗ്രി ആയിരിക്കും? 30 ഡിഗ്രി ഈച്ച് ആയിരിക്കും. ആൻഡ് വി ഹാവ് ടു ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദിസ് റിസൾട്ടൻ്റ് വെക്ടർ. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് ഓഫ് ദിസ് റിസൾട്ടൻ്റ് വെക്ടർ എങ്ങനെ ഇരിക്കും? ഇവിടുന്ന് ഇതിന് ലൈൻ വരച്ച് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് എടുക്കുക. സോ ഫൈ ആർ എന്നുള്ള വാല്യൂ, ഫൈ ആർ റിസൾട്ടൻ്റ് വെക്ടർ വിൽ ബി ദിസ് വാല്യൂ എത്ര ആയിരിക്കും? കോസ് ഓഫ് ദിസ് വാല്യൂ അല്ലേ, റൂട്ട് 3 by 2 phi m കോസ് 30 ആയിരിക്കും. ഇത്രയും ഡിസ്റ്റൻസ് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് അതിൻ്റെ ഇരട്ടി വരും. സോ 2 ഇൻറ്റു root 3 by 2 phi m cos 30. So therefore answer എത്ര വരും? 3 by 2 phi m വരും. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഈ ഇൻസ്റ്റൻറ്റിലും അറ്റ് തീറ്റ ഈസ് ഈക്വൽ ടു 60 ഡിഗ്രിയിലും വി വിൽ ബി ഗെറ്റിംഗ് ഫൈ ആർ ഈസ് ഈക്വൽ ടു റൂട്ട് 3 by 2 phi m. ആൻഡ് നിങ്ങൾ ഇനിയും ഓരോ ഡിഗ്രിക്കും ചെക്ക് ചെയ്ത് നോക്കുക. വെൻ തീറ്റ ഈസ് ഈക്വൽ ടു 120 ഡിഗ്രി ചെക്ക് ചെയ്ത് നോക്കുക. വെൻ തീറ്റ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രിയിലും ചെക്ക് ചെയ്ത് നോക്കുക. അതിൻ്റെ ആൻസർ എവിടെ വരും? എന്ത് റിസൾട്ടൻ്റ് വെക്ടറിൻ്റെ ആൻസർ എത്ര കിട്ടും? ആൻഡ് വി ക്യാൻ സീ ദാറ്റ് ഇപ്പോൾ കിട്ടിയതിൻ്റെ റിസൾട്ടൻ്റ് വെക്ടറിൻ്റെ ഡയറക്ഷൻ ഈ സൈഡിലാണ് അല്ലേ. സോ ആൻഡ് നേരത്തെ കിട്ടിയത് നമുക്ക് റിസൾട്ടൻ്റ് വെക്ടർ എവിടെയായിരുന്നു? ഈ ഡയറക്ഷനിലാണ്. ആൻഡ് ഇപ്പോൾ വന്ന റിസൾട്ടൻ്റ് വെക്ടർ ഈ ഡയറക്ഷനിൽ നമുക്ക് വന്നു. ഓക്കെ, സോ ദ റിസൾട്ടൻ്റ് വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് എപ്പോഴും 1.5 phi m അല്ലെങ്കിൽ 3 by 2 phi m തന്നെയാണ് എപ്പോഴും. മാഗ്നിറ്റ്യൂഡ് സെയിം തന്നെ കിട്ടുന്നു, അതായത് കോൺസ്റ്റൻറ്റ് മാഗ്നിറ്റ്യൂഡ് വരുന്നു. സോ ആർ എം എഫ് ആണ് നമ്മൾ നോക്കുന്നത്, പ്രൊഡക്ഷൻ ഓഫ് റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ്. നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഇനി ഏത് ഇൻസ്റ്റൻറ്റിൽ നിങ്ങൾ നോക്കിയാലും വി ക്യാൻ സീ the magnitude of this resultant vector is equal to 3 by 2 phi m itself. So it will be having a constant magnitude
ആൻഡ് അതിൻ്റെ ഡയറക്ഷൻ റൊട്ടേറ്റ് ചെയ്യുന്നു. സോ നേരത്തെ ഇവിടെ ആയിരുന്നെങ്കിൽ പിന്നെ ഇവിടെ വരുന്നു, ദെൻ ഇവിടെ, അങ്ങനെ അതിൻ്റെ ഡയറക്ഷൻ എന്ത് ചെയ്യുന്നുണ്ടാവും, ഫൈ ആർ റിസൾട്ടൻ്റ് വെക്ടർ എപ്പോഴും റൊട്ടേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണപ്പെടാം. ഓക്കെ, സോ കോൺസ്റ്റൻറ്റ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് റൊട്ടേറ്റിംഗ് ഇൻ നേച്ചർ, rotating nature. So we can say that the rotating magnetic field is having a constant magnitude and rotating in nature, and ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത് ഏത് സ്പീഡിലായിരിക്കും? whenever a three phase supply is given to a three phase winding, a rotating magnetic field of constant magnitude and rotating in nature will be produced, which will be having a speed of synchronous speed. അല്ലേ, റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് കറങ്ങുന്ന സ്പീഡ് വിൽ ബി സിങ്ക്രണസ് സ്പീഡ് ns equal to 120 into f/p. സോ ഈ സ്പീഡിൽ വെക്ടർ റൊട്ടേറ്റ് ചെയ്യും, ഓക്കെ, വിത്ത് കോൺസ്റ്റൻറ്റ് മാഗ്നിറ്റ്യൂഡ്. സോ ഇതാണ് നമ്മൾ ഈ സെക്ഷനിൽ നിന്ന് പഠിക്കുന്നത്. ദിസ് ഈസ് ദ പ്രൂഫ് ഓഫ് ദിസ് റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, നെക്സ്റ്റ്